ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതാ കഴിക്കില്ല. രശ്മിയേച്ചി ഒരു സ്കെയിലും പെൻസിലും കൂടി വാങ്ങിച്ചു തരാം. എന്തിന്? അളന്ന് മുറിക്കാൻ. റാണി, നിനക്ക് മാത്രല്ല കണക്കൂട്ടൽ അറിയുന്നത്. ഈ അളവും കണക്കൂട്ടലും ഒക്കെ എനിക്കും അറിയാം. എന്താ ചിരിക്കുന്നത്? ഇത്രയും വലുതോ? ആ, എനിക്ക് വലുതാ. ആഹാ, ഇവിടെ എന്താ? അയ്യോ അപ്പച്ചി. ആഹാ, അപ്പച്ചി നല്ല സമയത്താണല്ലോ ഞങ്ങള് വന്നത്. രശ്മിജി അപ്പച്ചിക്ക് എടുത്തു കൊടുക്ക്. രശ്മിയേച്ചിക്കാവുമ്പോ അളന്ന് മുറിക്കാനൊക്കെ കറക്റ്റ് അറിയാം. അതെന്താ? അല്ല, അത് പിന്നെ ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാ ശരിയാവില്ല. വേണ്ട കുഞ്ഞി. കുറച്ച് ഏട്ടാ, ദേ പാറുച്ചി അപ്പച്ചിയും വന്നു. അപ്പച്ചിയും പാറു ഇരിക്ക്. ഇരിക്കാം. അതിനു മുൻപ് ശങ്കരേട്ടനെ എനിക്കൊന്ന് കാണണം. ആളിവിടെ ഉണ്ടോ അതോ പൂസാവാൻ വേണ്ടി പുറത്തേക്ക് പോയോ? അച്ഛനകത്തുണ്ട്. ഗിരേട്ടാ, എപ്പത്തി അപ്പച്ചി മോളെ, നീ എന്താ ഇവർക്ക് ചായ കൊടുക്കാത്ത? ചായ എടു. ഞങ്ങൾക്കൊന്നും വേണ്ട മോനെ, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങുവാ. വന്ന ഉടനെ തന്നെ അങ്ങ് ഇറങ്ങുവാണോ? ശരിക്കും ഇവളുടെ കുറച്ച് കല്യാണ തുണികൾ തയ്പ്പിക്കാനുണ്ടായിരുന്നു. അതിനുവേണ്ടി വന്നതാ. അപ്പോ രത്നയും പിള്ളേരും ഇവളുടെ കൂടെ വേണമെന്ന് ഇവൾക്ക് ഒരേ നിർബന്ധം. അങ്ങനെ ഇവരെ വിളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറിയതാ. അതിന്റെ കൂടെ കല്യാണവും ക്ഷണിക്കാന്ന് കരുതി. നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ജൂൺ 20 ശനിയാഴ്ച പകൽ 11-നും 12-നും ഇടയ്ക്കാ മുഹൂർത്തം. എല്ലാവരും വരണം. എല്ലാവരും ചേർന്ന് കല്യാണം ഗംഭീരമാക്കി തരണം. നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണമല്ലേ, അത് നിങ്ങൾ വേണം മുന്നിട്ട് നിന്ന് നടത്താൻ. നിങ്ങൾ സംസാരിക്കേ. ഞാൻ പോയി ശങ്കരേട്ടനെ കണ്ട് ഈ കത്ത് കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം. ആറുന്റെ കല്യാണം ഇത്ര പെട്ടെന്ന് നടക്കുന്ന ഞങ്ങൾ ആരും കരുതിയില്ല. ഗിരേട്ടാ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഒന്ന് വരൂ. ആ വരണം. ലളിതാമ്മ അകത്തുണ്ട്. ഓ വരൂ.
മുത്തശ്ശി പത്മനാഭ സാർ വന്നിരിക്കുന്നു. ഇന്ദ്ര, പാർവതിയുടെ അച്ഛൻ വന്നിരിക്കുന്നു. എന്താ സാർ തീരെ പ്രതീക്ഷിക്കാതെ? ആ ഒരു വിശേഷം അറിയിക്കാനുണ്ട്. ആ എന്താ പത്മനാഭ, മോളെ എന്തുണ്ട് വിശേഷം? പറയാം. ഇരിക്കേ. ഓ, എങ്ങനെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നില്ലേ? ആ എല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അല്ല, അതിനിടയ്ക്കാണ് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞു വന്നത്. നമ്മുടെ ആചാരപ്രകാരം വിവാഹത്തിന് മുമ്പ് 1-2 ചടങ്ങുകളിലൂടെ നടത്തേണ്ടതായി ഉണ്ട്. അഷ്ടലക്ഷ്മി പൂജ, ദീപോത്സവം, അങ്ങനെ ചടങ്ങുകൾ ഒത്തിരി ഉണ്ട്. അതില് അഷ്ടലക്ഷ്മി പൂജ ഞങ്ങൾ നടത്തി. ആ പൂജയ്ക്ക് ഞങ്ങളുടെ കുടുംബക്കാര് അത്ര അടുപ്പുള്ളവർ മാത്രം മതി. ഇനി നടത്തേണ്ടത് ദീപോത്സവ. ആ ചടങ്ങിന് ഇവിടെയുള്ളവര് എല്ലാരും പങ്കെടുക്കണം. നിങ്ങളെ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. ദീപോത്സവോ? ഞാനത് കേട്ടിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലൊന്നും ആ ചടങ്ങില്ല. ഇവിടെ അങ്ങനത്തെ ഒരു ചടങ്ങൊന്നും ഇല്ല. എന്താ ഈ ദീപോത്സവം? ഞങ്ങളുടെ നാട്ടിലെ ഇത് പ്രധാനമാ. വിവാഹത്തിന് മുമ്പ് പെൺവീട്ടുകാര് ദീപോത്സവം നടത്തണം. അത് ഗംഭീര ചടങ്ങാ. എന്താണ് ആ ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ പെൺകുട്ടികള് വീടിന്റെ വിളക്കാണെന്നാണല്ലോ സങ്കല്പം. പാർവതി ഇപ്പോ ഞങ്ങളുടെ വീട്ടിലെ വിളക്കാണ്, പ്രകാശമാണ്. വിവാഹശേഷം അവള് ഈ വീട്ടിലും പ്രകാശമായിട്ട് എന്നും നിറഞ്ഞു നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ചടങ്ങുകൾ നടത്തുന്നത്. അവള് വന്നു കയറുമ്പോ ഈ വീട്ടിലെ ഇപ്പോഴുള്ള പ്രകാശം കെട്ടുപോകാതിരുന്നാ മതി. അപ്പോ എല്ലാരും ഈ ചടങ്ങിന് വരണം കേട്ടോ. ഓ, വരാം. ആ അല്ല, ഇത് പറയാൻ വേണ്ടി ഇത്രയും തിരക്കിനിടയിൽ ഇവിടം വരെ വരണമായിരുന്നോ? ഒന്ന് ഫോൺ ചെയ്താ പോരായിരുന്നോ? അത് പോരാ, അത് ശരിയാവില്ല. നിങ്ങളിപ്പോ എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളാ. ഇനി ഇതാണ് എന്റെ മകളുടെ വീട്. ആ സ്ഥിതിക്ക് ഇതുപോലുള്ള ചടങ്ങുകള് ഫോണിൽ കൂടി വിളിച്ചറിയിക്കുന്നത് ശരിയല്ല. നേരിട്ട് തന്നെ വിളിച്ചറിയിക്കണം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയേ. അയ്യോ, ചായ കുടിച്ചില്ലല്ലോ. അതൊന്നും വേണ്ട, ഒത്തിരി സ്ഥലത്ത് കേറാനുണ്ട്. പോട്ടെ മോളെ. ആ വന്നേക്കണം. മോനെ, സുഖമാണോ? അതെ, ദീപോത്സവത്തിന് നേരത്തെ തന്നെ എത്തിയേക്കണം കേട്ടോ. അപ്പോ ദീപോത്സവത്തിന് കാണാം. ശരി മോനെ. അയ്യോ മോനെ, കഴുത്തിന്റെ കാര്യം ഞാൻ ഓർത്തില്ല. ഇപ്പോഴും വേദന ഉണ്ടല്ലേ? ഞാനും ഓർക്കാതെ. സാരമില്ല. ഏതായാലും മോൻ സൂക്ഷിക്കണം. പെട്ടെന്ന് വേദനയൊക്കെ മാറട്ടെ. എന്റെ ശരീരത്തിൽ നിൽക്കുന്ന വേദന ഞാൻ സഹിക്കും, പക്ഷെ മനസ്സിൽ നിൽക്കുന്ന വേദന ഞാൻ പൊറുക്കില്ല. പിന്നെ ദീപോത്സവത്തിന് വരുമ്പോഴേ വയ്യാത്ത അനിയനെയും അമ്മയും കൂടെ കൊണ്ടുവന്നേക്കണം. കൊണ്ടുവരാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിയ. ഓ, ഭാഗ്യേ വാ. രാവിലെ തന്നെ കുടിച്ചിട്ടുണ്ടല്ലേ? എത്ര പറഞ്ഞാലും കുടി നിർത്തില്ലെന്ന് വെച്ചാ? നീ അത് വിട്, വന്ന കാര്യം പറ. അറിഞ്ഞു കാണുമല്ലോ, പാറുവിന്റെ കല്യാണമാ. ജൂൺ 20 ശനിയാഴ്ചയാണ് കല്യാണം. 2 ദിവസം മുൻപേ ശങ്കരേട്ടൻ പിള്ളേരെയും കൂട്ടി അങ്ങോട്ട് വന്നേക്കണം. കുടുംബത്തിൽ നടക്കുന്ന ആദ്യത്തെ കല്യാണമാണ്.
കാരണവരുടെ സ്ഥാനത്ത് ശങ്കരേട്ടൻ ഉണ്ടാവണം. പിന്നെ കല്യാണ തലേന്ന് മുതൽ ഏട്ടൻ കുടിക്കരുത്. ഇല്ല ഭാഗ്യേ, ഞാൻ വരില്ല. അതെന്താ ശങ്കരേട്ട അങ്ങനെ പറയുന്നേ? അതങ്ങനെ. കാര്യം പറയൂ. അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടെന്താ കാര്യം? എല്ലാം കൈവിട്ടു പോയില്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനുഷ്യൻ ആഗ്രഹിക്കാനല്ലേ പറ്റൂ. അത് നടത്തി കൊടുക്കേണ്ടത് ദൈവമല്ലേ? ശങ്കരേട്ടൻ ഇതാരുടെ കാര്യമാ പറയുന്നേ? രത്നയുടെ കാര്യമാണോ? എല്ലാവരുടെ കാര്യവും ഒന്ന് തന്നെ. ഏട്ടൻ വിഷമിക്കണ്ട. രത്നയ്ക്ക് ഇനിയും നല്ല ആലോചനകൾ വരും. അവളുടെ കല്യാണം ഉടനെ തന്നെ നടക്കും. എന്തായാലും ഈ സങ്കടമൊക്കെ മാറ്റിവെച്ച് ശങ്കരേട്ടൻ പാറുവിന്റെ കല്യാണത്തിന് വരണം. ഇല്ലെങ്കിൽ എനിക്കത് വിഷമാവും. എന്ത് കുടിയാത്? പട്ടാപ്പകൽ നീ എന്തിനാ ഇങ്ങനെ കുടിച്ച് കയറ്റുന്നത്? ഈശോട്ടാ, നമ്മള് കല്യാണ കത്തൊന്നും അടിച്ചില്ലല്ലോ. അതടിക്കാൻ കൊടുത്തിരിക്കില്ലേ? എന്നാ പ്രസ്സുകാരോട് വിളിച്ച് പറഞ്ഞേക്ക് അത് അടിക്കണ്ടെന്ന്. ഇനി അഥവാ അത് അടിച്ചെങ്കിൽ എല്ലാം കൂടി വാരിയിട്ട് കത്തിച്ച് അവരോട് തീ കായാൻ പറയും. നീ ഇതെന്തൊക്കെയാടാ പറയുന്നത്? കുടിച്ചു കുടിച്ച് നിന്റെ വെളിവ് കേട്ടോ? വെളിവ് കെട്ടിട്ടൊന്നുമില്ല, നല്ലോണം വെളുത്ത് തെളിഞ്ഞു വരുവാ കാര്യങ്ങള്. നിനക്കെന്ത് പറ്റി? അബദ്ധം. അബദ്ധോ? ഇരുന്നിരുന്ന് പെണ്ണ് കെട്ടാൻ തയ്യാറായതാ അബദ്ധായത്. അല്ല, പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചാലും ഒരു തെറ്റുമില്ല. പക്ഷേ കണ്ടുപിടിച്ച പെണ്ണ് അതൊരു റോങ് ചോയ്സ് ആയിപ്പോയി. ഇന്ദ്ര, കള്ളിന്റെ പുറത്ത് നീ കാട് കയറി ചിന്തിക്കണ്ട. ഇന്ദ്രൻ ചിന്തിക്കും. കാടും മലയും പുഴയും കടന്ന് ചിന്തിക്കും. ഒരുപാട് ചിന്തിച്ചു. പലതും മനഃപൂർവ്വം കണ്ടിൽ നിന്ന് നടിക്കാനും മറക്കാനും ശ്രമിച്ചു. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ലാന്ന് എനിക്കിപ്പോ മനസ്സിലായി. അന്ന് പെണ്ണ് കണ്ടു വന്നപ്പോ മുത്തശ്ശി പറഞ്ഞതാ ശരി. ഈ ബന്ധം നമുക്ക് ചേർന്നതല്ല. അത് ശരിയാ, വളരെ വളരെ ശരിയാ. ഇത് എനിക്ക് ചേർന്ന ബന്ധമല്ല. ഇതെനിക്ക് വേണ്ട. ഈ കല്യാണം എനിക്ക് വേണ്ട. മതി കുടിച്ചത്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ നിന്റെ കെട്ടും മാറും, നിന്റെ ഭ്രാന്തും മാറും. ഈശോട്ടാ, ഞാൻ വെറുതെ പറഞ്ഞല്ല. ഈ കല്യാണം നടക്കില്ല. ഐ ആം സീരിയസ്. തമാശയല്ല ഇത്. ഞാൻ ഇപ്പൊ തന്നെ നകുലിനെ അവന്റെ അച്ഛനെ വിളിച്ച് പറയാൻ പോവാ. നീ വെറുതെ തോന്നിയ ദിവസം കാണിക്കരുത്. കല്യാണത്തിന്റെ ദിവസങ്ങൾ മാത്രമുള്ളപ്പോ നീ വേണ്ടെന്ന് പറയുന്നത് ചെറ്റത്രമാണ്. അതെ, ചെറ്റത്തരമാണ്. പക്ഷെ അത് ആദ്യം കാണിച്ച ഞാനല്ല, അവരാ. അവരെന്ത് ചെയ്യുന്ന? അവരെന്നെ അപമാനിച്ചു. നകുലിന്റെ അച്ഛൻ ഇവിടെ തന്നിട്ട് പോയ കല്യാണ കത്ത് ചേട്ടൻ കണ്ടിട്ടില്ലല്ലോ. ദാ, നോക്ക്. ഇതില് നിന്റെ പേര് വെട്ടിട്ട് ബിഡി. അതെ, ആ പട്ടിയുടെ പേര് തന്നെ.
ഇതാരോ പേന കൊണ്ട് വെട്ടി എഴുതിയതല്ല ഇന്ദ്ര. മിക്കവാറും ആ ഗിരിയോ അവന്റെ പെങ്ങന്മാരെ ഒപ്പിച്ച പണിയായിരിക്കും. പത്മനാഭ സാർ ഇത് കണ്ടുപോലും കാണില്ല. കണ്ടെടുത്തെങ്കിൽ അദ്ദേഹം ഇത് ഇവിടെ കൊണ്ടുവരുമായിരുന്നോ? നീ ഇത് വിട്ടുകളാ. പേനയും പെൻസിലും ഉണ്ടെങ്കിൽ ആർക്കും എന്ത് എഴുതാലോ. അപ്പൊ ഇതോ? ഇത് ഇന്നലത്തെ പടോ. കല്യാണത്തിന് ദിവസങ്ങൾ മാത്രമുള്ളപ്പോ കല്യാണ പെണ്ണ് അവളുടെ കാമുകന്റെ കൂടെ ഊരി ചുറ്റുന്നു. വല്ലവന്റെയും കൂടി അഴിഞ്ഞാടി നടക്കുന്ന ഈ മറ്റവളെ ഇനി എനിക്ക് വേണ്ട. ഇന്ദ്ര, ഇതൊരു വെറും കല്യാണം അല്ലാന്ന് തുടക്കത്തിൽ നിന്നോട് ഞാൻ പറഞ്ഞതാ. നീ നീലക്കൊടുവേലി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതൊരു അത്ഭുത ചെടിയാ. അത് വീട്ടിൽ വളർത്തിയാൽ നിധി കിട്ടുമെന്നായിരുന്നു പഴമക്കാരുടെ വിശ്വാസം. പാർവതി അതേപോലൊരു നീലക്കൊടുവേലിയാണടാ. അവളെ ഈ വീട്ടിൽ മരുമകളായിട്ട് കിട്ടിയാൽ നമുക്കും കിട്ടും നിധി. പടനിലത്ത് പത്മനാഭന്റെ പൊന്നും പണവും സ്വത്തുക്കളും ചേർന്ന നിധി. അത് മാത്രം നീ ചിന്തിച്ചാ മതി. ഇന്ദ്ര, ഇത് നിന്റെ കല്യാണമല്ല, നിധിവേട്ടയാ. നിധിവേട്ട. പിന്നെ നിന്നെ ഉറക്കം കിടത്തുന്ന ഗിരിയുടെ കാര്യം, അത് നീ എനിക്ക് വിട്ടേക്ക്. ഗിരിയെ നമുക്ക് ഉറക്കാടാ. എന്നേക്കുമായിട്ട് ഉറക്കാം. അച്ഛൻ ഇപ്പോഴും വരത്തില്ലല്ലോ. ഇല്ലടാ, നീ സമാധാനമായിട്ട് കഴിക്ക്. അച്ഛൻ ഇപ്പൊ ഒന്നും വരത്തില്ല. ആ കൊള്ളാം. അച്ഛനിത് കാണണ്ട. ചേട്ടൻ ഫിസിക്കൽ ടെസ്റ്റിന് തോറ്റ ദേഷ്യത്തിലിരിക്കുക അച്ഛൻ. അതിന്റെ കൂടെ ഈ കാഴ്ചയോടി കണ്ടാ മിക്കവാറും ചേട്ടന് കണക്കിന് കിട്ടും. എടി മോളെ, ചതിക്കല്ലേ. നീ ആയിട്ട് പോയി നീ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാതിരുന്നാ മതി. ആ ഞാൻ പറയും. ചതിക്കല്ലേ മോളെ, പ്ലീസ്. പറയാതിരിക്കാം. പക്ഷെ എനിക്കെന്ത് തരും? ആ ദാ, ഒരു മുട്ട തരാം. മതിയോ? പോരാ. അമ്മേ, ദേ ഇവള് വില വെച്ചെന്ന് കണ്ടില്ലേ? ആ, നിനക്ക് ഞാനൊരു ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം. അമ്മേ, എന്താന്ന് വെച്ചാ വാങ്ങിച്ചു കൊടുത്തേക്കണേ. അതെന്താ ചേട്ടന് വാങ്ങിച്ചു തന്നാ? അതിന് എന്റെ പൈസ ഇല്ലല്ലോ. അയ്യ, ഉണ്ടേ. ഇവൻ ഇതൊന്നും കൊടുക്കരുത്. ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? പറഞ്ഞു. പക്ഷേ കൊടുക്കരുതെന്ന് പറഞ്ഞാ കൊടുക്കരുത്. അവൻ വന്ന് ചോദിക്കുമ്പോ ഞാൻ പിന്നെ എന്ത് ചെയ്യും? ചോദിച്ചിട്ട് കൊടുക്കാതിരുന്ന എനിക്ക് സങ്കടാവും. അത്രയ്ക്ക് വലിയ സങ്കടമൊന്നും വേണ്ട. ഇവന്റെ കാര്യത്തിലേ ഇനി ഒരു സഹതാപം കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കഷ്ടപ്പെട്ട് പരിശീലിപ്പിച്ചിട്ടും ഫിസിക്കൽ ടെസ്റ്റ് തോറ്റവനാ ഇവൻ. വിചാരിച്ചെങ്കിലേ ഇവൻ ഈസി ആയിട്ട് ആ ടെസ്റ്റ് പാസ്സാവായിരുന്നു. പക്ഷെ പട്ടാളത്തിൽ ചേരാൻ താല്പര്യമില്ലാത്തോണ്ട് ഇവൻ മനഃപൂർവ്വം ഉഴപ്പി. ഇവൻ തോൽപ്പിച്ചതേ എന്നെയാ. അച്ഛാ, ഞാൻ മനഃപൂർവ്വം ഉഴപ്പിയൊന്നും അല്ല, തോറ്റുപോയതാ. നിന്റെ ഒരു വിശദീകരണവും എനിക്ക് കേൾക്കണ്ട. ഇനി ജിമ്മെന്നും പറഞ്ഞ് നീ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങിയ പൈസ കളയാനായിട്ട്. വീലേ, ഇനി ഇവന് വേണ്ടി മുട്ട പുഴുങ്ങാനോ പാല് തിളപ്പിക്കാനോ നീ നിൽക്കണ്ട. ഞാൻ അറിയാതെ ഇനി ഇവൻ എന്തെങ്കിലും കൊടുത്തു എന്ന് അറിഞ്ഞ ഒരു മിസ്റ്ററിന്റെ ഒന്നൊക്കെ
തരണ്ടെന്നാ പറഞ്ഞേ. എടി തരില്ല. ഗിരിയേട്ട് ഓട്ടോ വിളിക്കാൻ പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ. നമ്മൾ എന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നേ? പാർച്ചേച്ചി ഗിരിയേട്ടനല്ലല്ലോ കല്യാണം കഴിക്കുന്നേ, ആ പെടലിയല്ലേ. അതുകൊണ്ട് നമ്മൾ ഇത്തിരി ലേറ്റ് ആയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞി, നീ അങ്ങനെയൊന്നും പറയരുത്. ഏട്ടനും പാർച്ചേച്ചിട്ടുള്ള കല്യാണം നടക്കില്ല എന്നൊന്നും ഇപ്പോഴും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നടന്നാ മതിയായിരുന്നു.